Good morning. Good morning, ma'am. Good morning, ma'am. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. ഓക്കെ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? മാർക്കറ്റിംഗ് അല്ലേ? വായിച്ചു നോക്കിയിട്ടുണ്ടാ? എനിക്ക് സുഖാണ് കേട്ടോ. വായിച്ചു നോക്കിയോ? എന്താ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്? എന്താ മീൻ ചെയ്യുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്? ഒരാളൊന്ന് പറയോ? മാർക്കറ്റിംഗ് എന്താ? ഒരു ബിസിനസ് ആക്ടിവിറ്റി ആണ്. പ്രൊഡ്യൂസേഴ്സ് നിന്ന് കൺസ്യൂമേഴ്സിലോട്ട് ഫ്ലോ ചെയ്യുന്ന പോലെയാണ് ഈ ആക്ടിവിറ്റി നടക്കുന്നത്. എന്താ പഠിച്ചത് നമ്മള്? 4 P's ഓഫ് മാർക്കറ്റിംഗ് ഏതായിരുന്നു? പ്ലേസ്, പ്രൊമോഷൻ, പ്രോഡക്റ്റ്, പ്രൈസ്. ഇത്ര വരെ ക്ലിയർ ആണോ? 4 P's ഓഫ് മാർക്കറ്റിംഗ് വരെ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണല്ലേ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറഞ്ഞു, അതിന്റെ ഇടയിലെ പിക്ചർ പറഞ്ഞു അല്ലെ. 4 P's ഓഫ് മാർക്കറ്റിംഗ് ഏതൊക്കെയായിരുന്നു? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രമോഷൻ ആൻഡ് പ്ലേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പോർഷൻ ആണ് എന്ത്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ അടിയിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ 4 ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പ്ലേസിംഗ് സ്ട്രാറ്റജി. 4 P'സിന്റെ പോലെ തന്നെ എന്താണ് ആ പീകൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലേസിനെയാണ് പറയുന്നത് കേട്ടോ. പ്ലേസിനെ പറയുന്നതാണ്, മറ്റൊരു പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അത് മാത്രം ഒന്ന് എന്താണ് വ്യത്യസ്തമുള്ളൂ, ബാക്കി എല്ലാതും സെയിം തന്നെയാണ്. അപ്പൊ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ എന്താ പറയാ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, ആൻഡ് പ്ലേസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അത് ഓരോന്നും നമ്മൾ പഠിക്കൂട്ടെ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസിനെ ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ വേറൊരു പേര് പറയുന്നതാണ് പ്ലേസ് കേട്ടോ. ഓക്കെ, 4 P'സിന്റെ തന്നെ ആ പീകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ചിലപ്പോ എക്സാമിന് ചോദിക്കാം ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ നല്ല രീതിയിൽ ഓരോന്നും ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ 4 P's ഓഫ് മാർക്കറ്റിംഗ് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ക്ലിയർ ആയോ? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലേസ് കേട്ടോ. അത് പഠിക്കുമ്പോ അതിന്റെ അടിയിലുണ്ട്, ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കി കണ്ടോ. പ്ലേസ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ചാപ്റ്റർ ഏതാന്ന് പറഞ്ഞു കൊടുക്ക കുട്ടിക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോള്? അത്തനു. ഓക്കെ, ഇനി എന്താണ്? അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെ, മാർക്കറ്റിംഗ് തന്ത്രങ്ങള്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ്, ഫലപ്രദമായ മാർക്കറ്റിംഗ് തുടങ്ങുന്നത് കസ്റ്റമേഴ്സിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൽ നിന്നാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് അതിന്റെ 3 തരത്തിലുള്ള സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ആദ്യം എന്താണ്? കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യണം, അവർക്ക് പിന്നെന്താണ് അവരുടെ ആവശ്യങ്ങൾ വിലയിരുത്താം.
പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ പറഞ്ഞത്. ഇനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ഡിഫറെന്റ് ടൈപ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലേസ് കേട്ടോ. ഓക്കെ, ഇത്രവരെയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നോക്കി മാർക്കറ്റിംഗ് മിക്സ്. ഓക്കെ, മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദ മിക്സിംഗ് ഓഫ് 4 strategies of a successful marketing program and for the contentment of the chosen customer segment is called marketing mix. അപ്പോ മാർക്കറ്റിംഗ് മിക്സിനെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? The mixing of 4 strategies. അടിയിലൊന്ന് വരച്ചു വെക്കാം കേട്ടോ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ സിമ്പിൾ മീനിങ് ആയിട്ട് സിമ്പിളി നമുക്ക് എങ്ങനെ പറയാം? The mixing of the 4 strategies. നമ്മൾ പഠിച്ചു അല്ലെ 4 strategies ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു 4 strategies? ഏതൊക്കെയാ പറഞ്ഞത് നമ്മള് 4 strategies? പ്രൊഡക്റ്റ്, പിന്നെ പ്രൈസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാ? പ്ലേസ്. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജീസ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. പ്ലേസിന്റെ വേറൊരു പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി കേട്ടോ. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോ ദ മിക്സിംഗ് ഓഫ് 4 strategies കോൾഡ് എന്താണ്? മാർക്കറ്റിംഗ് മിക്സ്. സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനെ പറയുന്നതാണ് എന്ത്? മാർക്കറ്റിംഗ് മിക്സ്. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. ദ മിക്സിംഗ് ഓഫ് ദ 4 strategies for a successful marketing programs and for the contentment. എന്താണത്? കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതൃപ്തി. സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് അതിലെ മീനിങ് വരുന്നത് കേട്ടോ. കണ്ടന്റ്മെന്റ് മീൻസ് സംതൃപ്തി. ഓഫ് ദ ചൂസൺ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ എന്നൊക്കെ പറയാം. കൺസ്യൂമർ സെഗ്മെന്റ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ് മിക്സ്. നല്ല രീതിയിലുള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാം, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ചൂസ് ചെയ്ത കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിക്ക് അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ ഉള്ള ആ 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. ക്ലിയർ ആയോ? നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിക്ക് അനുസരിച്ചും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാമിന്റെ സക്സസ്ഫുള്ളിനെ കുറിച്ചുമുള്ള ഒരു 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. ക്ലിയർ ആയില്ലേ? സിമ്പിൾ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കാൻ, എന്താ? 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. ഓക്കെ അല്ലേ? ആ കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ? അത് മനസ്സിലായോ? മിക്സിംഗ് ഓഫ് 4 strategies കോൾഡ് മാർക്കറ്റിംഗ് മിക്സ്. ഇനി എന്താണ്? ഓരോ സ്ട്രാറ്റജീസും നമ്മൾ പഠിച്ചു അല്ലെ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, distribution strategy, promotional strategy, and last one is pricing strategy. ഓരോ സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. ഫസ്റ്റ് ആണ് എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ ഓരോ സ്ട്രാറ്റജിക്കും എന്തുണ്ട്? ഓരോ ഡിസിഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ഡിസിഷൻ എന്താണ്? ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. ന്യൂ പ്രൊഡക്റ്റിന്റെ വികസനം അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇവിടെ ഡിസിഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. ഇവിടെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് ആരായിരിക്കും? പറയാൻ പറ്റുമോ? റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, വെരി ഗുഡ്. കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെയൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഉപഭോക്താവ് അല്ലെ? സാധനം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, യൂസർ, അവരെയൊക്കെയാണ് നമ്മള്
ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിലുള്ള ഒരു അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അല്ലെ? റൈറ്റ് കസ്റ്റമേഴ്സിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് റൈറ്റ് ഓഫർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഓഫർ ചെയ്യുന്നത് എന്താണ്? ശരിയായ രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ശരിയായിട്ടുള്ള കസ്റ്റമേഴ്സിന്, ടാർഗറ്റ് ഓഡിയൻസിന് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു കാര്യം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായിട്ടുള്ള കസ്റ്റമേഴ്സിന് ശരിയായ രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പോ ഇവിടെ ഡിസിഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ഡിസിഷൻ എന്തായിരുന്നു? ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക, വികസിപ്പിച്ചെടുക്കുക. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ഡിസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് കസ്റ്റമേഴ്സിന്, ശരിയായ രീതിയിലുള്ള കസ്റ്റമേഴ്സിന് ശരിയായ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? ക്വാളിറ്റി അല്ലെ, ഗുഡ്സിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റ് അതിന്റെ ഡെവലപ്മെന്റ് നോക്കുക, അതുപോലെ തന്നെ അതിന്റെ പാക്കേജിങ്, അതുപോലെ ഡിസൈൻ ഓരോ പ്രൊഡക്റ്റിനും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് സോപ്പ് എടുക്കാം. സോപ്പ് തന്നെ പല ഡിസൈനിൽ ഇറക്കുന്നുണ്ട് അല്ലെ ആളുകള് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ. അതുപോലെ തന്നെ അതിന്റെ സ്മെല്ല്, പിന്നെ ബ്രാൻഡഡ് നെയിംസ്. ഇപ്പോ സോപ്പ് തന്നെ പല നെയിംസിലുണ്ട്, ലെക്സ്, റെക്സോണ, സന്തൂർ അല്ലെ, അങ്ങനെ പലതരത്തില്, പിയേഴ്സ്, അങ്ങനെയുള്ള ബ്രാൻഡഡ് നെയിമുകള്. അതുപോലെ തന്നെ എന്താണ്? റിസർച്ച് അല്ലെ, മാർക്കറ്റില് ഗവേഷണം നടത്തണം. നമ്മൾ പഠിച്ചു മാർക്കറ്റില് ഗവേഷണം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗവേഷണം നടത്തേണ്ടതുണ്ട്. മാർക്കറ്റിൽ അത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ്? മാർക്കറ്റിൽ ഗവേഷണം നടത്തണം, അതുപോലെ തന്നെ അത് വികസിപ്പിച്ചെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്നത്. കൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടങ്ങിയിരിക്കുക. ക്ലിയർ ആയില്ലേ? അപ്പൊ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി ഉണ്ട്, ന്യൂ പ്രൊഡക്റ്റ്, അതുപോലെ എന്താണ്? പാക്കേജിങ്, പാക്കേജ്, അതിന്റെ ഡിസൈൻ ഉണ്ട്, ബ്രാൻഡഡ് നെയിംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്രാൻഡ് നെയിംസ് പറഞ്ഞില്ലേ, ലെക്സ്, റെക്സോണ, പിയേഴ്സ്, അങ്ങനെയുള്ള പല പല ബ്രാൻഡഡ് നെയിംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെന്താണ്? റിസർച്ച്, ഗവേഷണം നടത്തുക, ആ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? കറക്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ശരിയായ രീതിയിലുള്ള കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഇനി ദ മെയിൻ എയിം ഉണ്ട്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിമിനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ദ എയിം ഓഫ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ഇവോൾവ്. ഇവോൾവ് എന്താണ്? ഇവോൾവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവോൾവ് എന്താ? ഇവോൾവ് എന്ന് പറഞ്ഞാല് ഡെവലപ്പ് ചെയ്യുക അല്ലെ. ഓക്കെ, ഇവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെവലപ്പ്. അപ്പോ ദ മെയിൻ എയിം ഓഫ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ഇവോൾവ്, ഡെവലപ്പ് കേട്ടോ. ഇവോൾവിന്റെ അർത്ഥം ഡെവലപ്പ്. ഇവോൾവ് പ്രൊഡക്ട്സ് ദാറ്റ് വിൽ മീറ്റ് ടു ബയർ എക്സ്പെക്ടേഷൻ. ആരാ ബയർ ഇവിടെ? ബയറിനെ പറയുന്ന പേരെന്താ? ബയർ എന്ന് പറഞ്ഞാൽ ആരാ? യൂസർ അല്ലെ, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താവ്, അവരെയാണ് ബയർ എന്ന് പറയുന്നത്. അപ്പൊ ബയറിന്റെ എക്സ്പെക്ടേഷൻസ് അല്ലെ, എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ എന്താ? ബെസ്റ്റ് ക്വാളിറ്റി, പ്രതീക്ഷ എന്നൊക്കെ പറയാം കേട്ടോ, പ്രതീക്ഷ. അപ്പൊ ബയറിന്റെ, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്താണ്?
വാങ്ങി യൂസ് ചെയ്യുന്ന സാധനം വാങ്ങി യൂസ് ചെയ്യുന്ന ആളുടെ ബയ്യറുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം എവിടെ വിൽക്കേണ്ടത്, മാർക്കറ്റില് വിൽക്കേണ്ടത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. സാധനം വാങ്ങി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെ, കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് ഇത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്താണ് ഡിസിഷൻ എടുക്കുന്നത്? എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ഡിസിഷൻ ആയിട്ട് പറയുന്നത്. ഇനി അതിലടങ്ങിയിരിക്കുന്ന പ്രധാന കാര്യം എന്താണ്? എന്താണ് അവർ ഓഫർ ചെയ്യുന്നത്? കറക്റ്റ് രീതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കറക്റ്റ് അവര് എന്താണ്, ഇപ്പൊ നമ്മളൊരു സെഗ്മെന്റ് അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ്, വലിയവർക്ക് വേറെ പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി എന്താണ്, പിന്നെന്താണ് അതിന്റെ പാക്കേജിങ്, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം, അതിന്റെ ഡിസൈൻ ഉണ്ട്, പിന്നെന്താണ് ബ്രാൻഡ് നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ, റിസർച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് അതിൽ അടങ്ങിയിട്ടുണ്ട്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന്റെ മെയിൻ എയിം എന്താണ്? മെയിൻ എയിം എന്തായിരിക്കും? മെയിൻ എയിം എന്ന് പറയുന്നത് എന്താ? കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇവോൾവ് പ്രൊഡക്റ്റ്. ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കട്ടോ. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. വായിച്ചു നോക്കട്ടോ എല്ലാവരും. മാർക്കറ്റിംഗ് മീൻസ് പറയണോ? മാർക്കറ്റിംഗ് മീൻസ് എന്താ? മാർക്കറ്റിംഗ് മീൻസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? മിക്സിംഗ് ഓഫ് ദ 4 സ്ട്രാറ്റജീസ്. നമ്മളിവിടെ പഠിച്ചില്ലേ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രമോഷൻ സ്ട്രാറ്റജി ആൻഡ് പ്ലേസിംഗ് സ്ട്രാറ്റജി. ഈ 4 സ്ട്രാറ്റജിയുടെയും മിക്സിങ്ങിനെ പറയുന്നതാണ് എന്ത്? മാർക്കറ്റിംഗ് മിക്സ്. അത്ര മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കറക്റ്റ് രീതിയിൽ എന്താണ് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിക്ക് അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ് ചെയ്യുന്നുണ്ട്. ആ മിക്സിങ്ങിനെ പറയുന്നതാണ് എന്ത്? മാർക്കറ്റിംഗ് മിക്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? മിക്സിംഗ് ഓഫ് ദി 4 സ്ട്രാറ്റജി. ആ 4 സ്ട്രാറ്റജി അറിഞ്ഞിരിക്കണം കേട്ടോ. പ്ലേസ്, പ്രൊഡക്റ്റ്, പ്ലേസിംഗ് സ്ട്രാറ്റജിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അപ്പൊ 4 സ്ട്രാറ്റജിനെ എന്താ? മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. The mixing of the 4 strategies called marketing mix. വായിച്ചു കഴിഞ്ഞോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലേസ് കേട്ടോ. അതും കൂടി ഒന്ന് അടിയിൽ വരച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഒന്ന് നോക്കിയേ എന്താ പറയുന്നത്? A distribution strategy is a method. അടിയിൽ വരച്ചു വെക്കാം കേട്ടോ.
ഈ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഈസ് എ മെത്തേഡ് ആണ്. എന്തിന്റെ മെത്തേഡ് ആണ്? ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ എൻഡ് യൂസേഴ്സ്. ആരാ എൻഡ് യൂസേഴ്സ്? കസ്റ്റമേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് അല്ലെ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ കസ്റ്റമേഴ്സിനെ ബയർ എന്ന് പറയുന്നുണ്ട്, പിന്നെ എൻഡ് യൂസർ എന്ന് പറയുന്നുണ്ട്, കൺസ്യൂമർ എന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള പേരുകളാണ് കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെത്തേഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അല്ലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ എൻഡ് യൂസേഴ്സ്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. അപ്പോ ഇതില് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ പറയുന്ന ഡിസിഷൻ എന്താണ്? നമ്മള് ഭൗതികമായിട്ട് അല്ലെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൗതികമായിട്ട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്നത്? ആ ഡിസിഷനെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ വരുന്ന ഡിസിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഭൗതികമായിട്ട് ഫിസിക്കലായിട്ട് എങ്ങനെയെല്ലാം കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തിക്കാം, അതാണ് ഇതിൽ വരുന്ന ഡിസിഷൻ. എങ്ങനെയൊക്കെയാണ്? റൈറ്റ് ഗുഡ്സ്, ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിലായിരിക്കണം നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസില് കറക്റ്റ് പ്ലേസില് എത്തിച്ചു കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചാനൽസ് സെലക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയെല്ലാം സെലക്ട് ചെയ്യാം? ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർഷകൻ എന്ത് ചെയ്തു? കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്തു. ഈ കൃഷി ചെയ്തിട്ട് ഇയാളുടെ കയ്യിൽ വെച്ചിരുന്നാല് പച്ചക്കറികൾ ഇയാളുടെ കയ്യിൽ മാത്രം ഇങ്ങനെ വെച്ചിരുന്നാല് പറ്റോ? വിറ്റഴിഞ്ഞു പോവോ പച്ചക്കറികൾ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇയാള് വിപണിയിൽ കൊണ്ടുപോയി വിൽക്കും അല്ലെ, ഹോൾസെയിൽ കടയിലൊക്കെ കൊണ്ടുപോയി വിൽക്കും. അപ്പോ ഈ ഹോൾസെയിൽ കടയിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പിൽ ചെറിയ കടകളിലോട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുന്ന ആളുകൾ സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് പച്ചക്കറികൾ കൊണ്ടുപോയിട്ട് വിൽക്കും അല്ലെ, ഇവരുടെ കടയിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ ഹോൾസെയിൽ സ്റ്റോറിൽ നിന്ന് ചെറിയ രീതിയിൽ ഇത്തിരി ലാഭം കിട്ടും. കൂടുതലായിട്ട് എടുക്കുന്നത് കാരണം റീറ്റെയിൽ ഷോപ്പുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ രീതിയിലുള്ള ചിലപ്പോ പച്ചക്കറിക്കൊക്കെ ഇത്തിരി പൈസ കുറയും, 1 2 അല്ലെങ്കിൽ 5 രൂപയ്ക്ക് കുറച്ചിട്ടായിരിക്കും അവര് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇനി റീറ്റെയിൽ ഷോപ്പിലോട്ട് കൊണ്ടുവരും എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമേഴ്സിലേക്ക് അവര് അത് എത്തിക്കുന്നുണ്ട് അല്ലെ, വിൽക്കുന്നുണ്ട്. അപ്പോ കസ്റ്റമേഴ്സിലേക്ക് അത് വിൽക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തിരി കൂട്ടി വിൽക്കും. 5 രൂപ 10 രൂപയൊക്കെ ഇത്തിരി കൂട്ടി വിൽക്കുമ്പോ ഈ റീറ്റെയിൽ ഷോപ്പുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് അല്ലെ, ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ചാനൽസ് അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോ നേരിട്ട് കർഷകന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്താം. നമുക്ക് പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് ചാനൽസ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് റൈറ്റ് ഗുഡ്സ് റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാർക്കറ്റിംഗ് ചാനൽ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? ചിലപ്പോ ഷോപ്പുകാരുടെ കയ്യിൽ നിന്ന്, പറഞ്ഞില്ലേ, ഹോൾസെയിൽക്കാരുടെ കയ്യിൽ നിന്ന് റീറ്റെയിലുകാർ വാങ്ങിക്കുന്നു, റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ്? ഡയറക്റ്റ് മാർക്കറ്റിംഗ്. നമുക്ക് കസ്റ്റമേഴ്സിന് ഈ കർഷകന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഇവിടെ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലേസ് കേട്ടോ. പ്ലേസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെത്തേഡ് ആണ്. എന്ത് മെത്തേഡ് ആണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് ആരുടെ കയ്യിലോട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളത്? എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്.
ഇനി ഭൗതികമായിട്ട് എങ്ങനെയെല്ലാമാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്നത് എന്നുള്ള ഡിസിഷൻ ആണ് ഇവിടെ പ്ലേസിംഗ് സ്ട്രാറ്റജിയിൽ എടുക്കുന്നത്. എങ്ങനെയെല്ലാമാണ്? റൈറ്റ് ഗുഡ്സ് അറ്റ് റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ്. ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ എത്തിച്ചു കൊടുക്കുക. ഇനി മാർക്കറ്റിംഗ് ചാനൽസ് മനസ്സിലായോ? ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷോപ്പിൽ നിന്ന്, അല്ലെ, പല ഷോപ്പിൽ നിന്നും, ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് റീറ്റെയിലുകാര് വാങ്ങിക്കും, റീറ്റെയിലുകാരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സ് വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനെയുള്ള പലതരത്തിലുള്ള മാർക്കറ്റിംഗ് ചാനൽസ് ആണ് കസ്റ്റമേഴ്സിന് ഗുഡ്സ് കൈമാറുവാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ ആയോ? ഒന്ന് വായിച്ചു നോക്കിയത്. ക്ലിയർ ആണ്? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, പ്രമോഷണൽ സ്ട്രാറ്റജി. എന്താ പ്രമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മള്. എന്താ പ്രമോഷൻ? ആഡ്സ് അല്ലെ, കസ്റ്റമേഴ്സിലേക്ക് ആഡ്സ് വഴി ന്യൂ പ്രൊഡക്റ്റ് എത്തിക്കുന്ന ആ ഒരു പ്രമോഷൻ അല്ലെ. എന്താണ് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങള്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രമോഷനിൽ വരുന്നത്. നമുക്ക് നോക്കി ഒന്ന്, എ പ്രമോഷൻ സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ. അടിയിൽ വരയ്ക്കാം കേട്ടോ. പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലാൻ ആണ്, ഒരു പ്ലാൻ ആണ് അല്ലെ. ദാറ്റ് ഈസ് ആക്ഷനബിൾ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് എന്തായിരിക്കും? ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്വാധീനം. സ്വാധീനിക്കുക. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാധീനിക്കുക, കസ്റ്റമറെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്. അബൌട്ട് യുവർ ബിസിനസ്, നമ്മുടെ ബിസിനസിനെ പറ്റി, ബിസിനസ് അവരുടെ കയ്യിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഇതാണ് എന്ന് പറഞ്ഞ് അവർക്ക് എന്ത് ചെയ്യാം? കാണിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ക്രിയേറ്റ് മോർ ലീഡ്സ് അല്ലെ, സെയിൽസ്. ഇത് ഉദ്ദേശിക്കുന്നത് സെയില് കൂടുന്നത് വഴി നമുക്ക് എന്താണ്? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതാ പറയുന്നത് ക്രിയേറ്റ് മോർ ലീഡ്സ്, സെയില് കൂടുന്നുണ്ട്, അതുപോലെ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ബൂസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ്. ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോ ഒരു കമ്പനിയാണ് ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രമോഷനിലൂടെ ആ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നില്ലേ? ഓരോ എന്താണ്? സോഷ്യൽ മീഡിയ വഴി, ടെലിവിഷൻ വഴി, അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് വഴി,
അട്രാക്റ്റീവ് ആയിട്ടുള്ള ആഡുകളൊക്കെ കൊടുത്തിട്ട് അല്ലെ, അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട്, പരസ്യങ്ങൾ കൊടുത്തിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട്, പ്രചരിപ്പിക്കാനായിട്ട് പ്രമോഷൻ സ്ട്രാറ്റജിയിലൂടെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറെ സ്വാധീനിക്കുന്നുണ്ട്, അതുവഴി കൂടുതൽ സെയിൽസ് ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരൊക്കെ തമ്മിലുള്ള ലിങ്ക് കമ്മ്യൂണിക്കേഷൻ, ആരൊക്കെ തമ്മിലാണ്, കസ്റ്റമേഴ്സും കമ്പനീസും. ഇപ്പൊ കമ്പനീസിന്റെ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും കസ്റ്റമറും തമ്മിലുള്ള ലിങ്ക് കമ്മ്യൂണിക്കേഷൻ അല്ലേ, കസ്റ്റമറും കമ്പനീസും തമ്മിലുള്ള ഒരു ലിങ്ക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, കസ്റ്റമേഴ്സിന്റെ ഇടപെടലുകള് കൂടുതലായി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രമോഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലാൻ ആണ്, കസ്റ്റമറെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് എന്ത്, പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ ബിസിനസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്, മോർ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കസ്റ്റമേഴ്സിന്റെ ഇടപെടലുകൾ, എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടപെടലുകൾ, കസ്റ്റമേഴ്സിന്റെ ഇടപെടലുകള് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രമോഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. ക്ലിയർ ആയോ? ആ ആഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ, ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു തന്നിട്ട്. എല്ലാത്തിന്റെയും എന്താ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല ഇവിടെ, അതൊന്ന് ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ആണ്. പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ആണ്. അതുപോലെ പ്രൊഡക്റ്റിന് എന്താ പറയുന്നത്, പ്രൊഡക്റ്റില് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഡിസിഷൻ എന്താണ് എന്നുള്ളത്, ഡിസിഷൻ എന്താണ്. പിന്നെ അതിൽ പറയുന്നത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് മെയിൻ എയിം, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്താണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കും, പ്ലേസ്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണ്, മീൻ ചെയ്യുന്നത് എന്താണ്, ഇതൊരു മെത്തേഡ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ എൻഡ് യൂസേഴ്സ്. അതുപോലെ തന്നെ പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്ലാൻ ആണ്. അത് എങ്ങനെയാണ്, കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് കൂടുതൽ സെയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഒരു എന്താണ് ഇടപെടലുകൾ അല്ലെ, എൻഗേജ്മെന്റ് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് എന്ത്, പ്രമോഷണൽ സ്ട്രാറ്റജി. ഇനി നെക്സ്റ്റ് നോക്കിയേ, പ്രമോഷണൽ സ്ട്രാറ്റജി വായിച്ചോ, ക്ലിയർ ആണോ? അത് ക്ലിയർ ആണ്. ഇനി എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജി, അത് നിങ്ങൾക്ക് തന്നെ പറയാലോ. എങ്ങനെയുള്ള പ്രൈസിങ് ആയിരിക്കണം നമ്മൾ ഒരു പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യേണ്ടത്, പറഞ്ഞു നോക്കിയൊന്ന്. എങ്ങനെയായിരിക്കണം, അഫോർഡബിൾ ആയിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ്, റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം. ഓക്കെ, സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം ഓരോ പ്രൊഡക്റ്റിനും ഫിക്സ് ചെയ്യേണ്ടത്. നോക്കി നോക്കോട്ടാ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ എല്ലാവരും പറഞ്ഞത്. എല്ലാവരും പഠിച്ചിട്ടുണ്ട്, ആ കൺസെപ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പ്രൈസിംഗ് സ്ട്രാറ്റജി ഡീൽസ് വിത്ത് മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ് വിച്ച് ഷുഡ് ബി ബോത്ത് justifiable and competitive and bring in profit. എന്താ പറയുന്നത്, ഈ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ് ആണ് അല്ലെ, പ്രൈസ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് സെറ്റിംഗ് പ്രൈസ്, അടിയിലൊന്ന് വരയ്ക്കാം കേട്ടോ. സെറ്റിംഗ് പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ നടക്കുന്നത്. എങ്ങനെയുള്ള പ്രൈസ് ആയിരിക്കണം, ബോത്ത് ജസ്റ്റിഫയബിൾ ആൻഡ് കോമ്പറ്റേറ്റീവ്. കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ള പ്രൊഡക്റ്റിനോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള പ്രൈസ് ആയിരിക്കണം. ഇപ്പോ എന്താണ്, ഫോർ എക്സാമ്പിൾ ആയിട്ട് സോപ്പ് തന്നെ പല ബ്രാൻഡ് നെയിമിലുണ്ടല്ലോ, ലെക്സ്, അതുപോലെ എന്താണ് റെക്സോണ, നമ്പർ 1, സന്തൂർ, പേയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, പല തരത്തിലുള്ള സോപ്പുകളുണ്ട്.
അപ്പൊ അവയോട് ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിൽ എക്സ് ആണെങ്കിൽ മറ്റുള്ള പ്രൊഡക്റ്റിനോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ് ജസ്റ്റിഫൈബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ന്യായമായിട്ടുള്ള രീതിയിൽ അല്ലെ, സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് ന്യായമായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരോട് മത്സരിച്ച് നിൽക്കാനുള്ള തരത്തിലുള്ള പ്രൈസ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇങ്ങനെ ന്യായമായിട്ടുള്ള രീതിയിലും കോമ്പറ്റേറ്റീവ് അല്ലെ, മറ്റുള്ളവരോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓൾറെഡി നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടാൻ പറ്റും അല്ലെ, കൂട്ടാനായിട്ട് സാധിക്കും, മാർക്കറ്റിൽ കൂടുതൽ വിറ്റഴിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെറ്റിംഗ് പ്രൈസ് ആണ്. പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, സെറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെറ്റിംഗ് ചെയ്യുന്ന രീതിയാണ് അവിടെ നടക്കുന്നത്. ഇനി എങ്ങനെയുള്ള പ്രൈസ് ആയിരിക്കണം, ജസ്റ്റിഫയബിൾ ന്യായമായിട്ടുള്ളതും സാധാരണക്കാരന് വാങ്ങിക്കാനുള്ള തരത്തിലുള്ള പ്രൈസും അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് കോമ്പറ്റീഷൻ അല്ലെ മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം അവിടെ പ്രൈസ് സെറ്റ് ചെയ്യേണ്ടത്. വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കട്ടോ. ഒന്നും കൂടി പറഞ്ഞു തരാലോ. എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താണ് സെറ്റിംഗ് പ്രൈസ് ആണ്. പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് അവിടെ നടക്കുന്നത്. മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ് ആണ് നടക്കുന്നത്. ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസ് സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി എങ്ങനെയെല്ലാമാണ് ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് സെറ്റ് ചെയ്യേണ്ടത്, ന്യായമായിട്ടുള്ളത്, ജസ്റ്റിഫയബിൾ ആൻഡ് കോമ്പറ്റേറ്റീവ്. അത് അതിന്റെ ഇടയിൽ ഒന്ന് വരച്ചു വെക്കാട്ടാ. ബോത്ത് ജസ്റ്റിഫയബിൾ ആൻഡ് കോമ്പറ്റേറ്റീവ്, ന്യായമായിട്ടുള്ള രീതിയിൽ. ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യായമായിട്ടുള്ള, കിട്ടിയോ, ന്യായമായിട്ടുള്ള രീതിയിൽ സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം ഓരോ പ്രൊഡക്റ്റിനും സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ് കോമ്പറ്റേറ്റീവ്, മറ്റു പ്രൊഡക്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ എക്സ് ആണെങ്കിൽ മറ്റു കുറെ സോപ്പിന്റെ ബ്രാൻഡഡ് നെയിം അല്ലെങ്കിൽ സോപ്പിന്റെ കമ്പനീസ് ഉണ്ടാവുമല്ലോ, പെയേഴ്സ് ഉണ്ട്, അതുപോലെ എന്താണ് റെക്സോണ, നമ്പർ 1, സന്തൂർ, അങ്ങനെ പലതരത്തിലുള്ള സോപ്പുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ മറ്റു പ്രൊഡക്റ്റിനോട് മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അതുപോലെ തന്നെ സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഓരോ പ്രൊഡക്റ്റിനും പ്രൈസ് സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ അത്? ഓക്കെ, വായിച്ചു നോക്കൂ കേട്ടോ. എത്ര സ്ട്രാറ്റജിനെ കുറിച്ച് പറഞ്ഞു? 4 സ്ട്രാറ്റജിനെ കുറിച്ച് പറഞ്ഞല്ലേ. ഒന്ന് ക്ലിയർ ആയോ? ഇത് എല്ലാ സ്ട്രാറ്റജിയും ഒന്ന് വായിച്ചു നോക്കി. എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ പറഞ്ഞത്? പ്രൊഡക്റ്റ് അല്ലെ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് കസ്റ്റമേഴ്സിന് കറക്റ്റ് രീതിയിലായിരിക്കണം ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്യേണ്ടത്. ഇതിന്റെ മെയിൻ എയിം എന്താണ്? ബയേഴ്സിന് എന്താണ് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്ക് അതിന്റെ പ്രതീക്ഷയ്ക്ക്, അയാളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം കേട്ടോ. മെയിൻ എയിം ആണ് കേട്ടോ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ. ഇനി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനദർ നെയിം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ? പ്ലേസ് എന്ന് പറയുന്നുണ്ട്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണ്, എന്താ മീൻ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിതരണം, ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ എൻഡ് യൂസേഴ്സ്. കസ്റ്റമേഴ്സിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്ലേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി അതിൽ പറയുന്നത് എന്താണ്? അതിൽ നമ്മൾ റൈറ്റ് ഗുഡ്സ് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ കൊടുക്കണം. ക്ലിയർ ആയോ അത്? ഇനി എന്താണ് പ്രമോഷണൽ സ്ട്രാറ്റജി? എന്താണ് പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്? ഒരു പ്ലാൻ ആണ് അല്ലെ, ഒരു പ്ലാൻ ആണ്. എന്ത് പ്ലാൻ ആണ് അവിടെ സെറ്റ് ചെയ്യുന്നത്?
എന്ത് പ്ലാൻ ആയിരിക്കാം? ആരെയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, സ്വാധീനിച്ചുകൊണ്ട് കൂടുതൽ എന്ത് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെ? കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്താണ്, അവിടെ ആരൊക്കെ തമ്മിലുള്ള ഒരു ഇടപെടലാണ് നടക്കുന്നത്? ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ആരൊക്കെ തമ്മിലുള്ള ഇടപെടലാണ് നടക്കുന്നത്? കമ്പനീസും പിന്നെ ആരും തമ്മിലാണ്? കസ്റ്റമറും തമ്മിലാണ് ഇടപെടൽ നടക്കുന്നത്. ഇനി എന്താ പറയുന്നത്? പ്രൈസിങ് സ്ട്രാറ്റജി ആണ്. ലാസ്റ്റ് വൺ ആണ് പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസിംഗിൽ എന്താ നടക്കുന്നത്? എന്താ ഫിക്സ് ചെയ്യുന്നത്? സെറ്റിംഗ് പ്രൈസ് ആണ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ എന്താ നടക്കുന്നത് അവിടെ? പിന്നെന്താ, എങ്ങനെയുള്ള പ്രൈസ് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്? ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളതും അതുപോലെ കോമ്പറ്റീറ്റീവ്, മറ്റു പ്രൊഡക്റ്റിനോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള പ്രൈസ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെയാണ്. ഇനി നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ എന്താണ്, ആൻഡ് റീഡിസൈനിങ് ഓൾഡ് വൺ, അല്ലെ? റീഡിസൈനിങ് ഓൾഡ് വൺ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മുമ്പ് പഠിച്ച കാര്യം എന്തെങ്കിലും എക്സാമ്പിൾ? റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ മാർക്കറ്റിംഗില്? വെരി ഗുഡ്. കൊക്കക്കോള, അല്ലെ? കൊക്കക്കോള എന്ത് ചെയ്തു? ആദ്യം അവർ ആ പ്രൊഡക്റ്റ് ഇറക്കി, അത് മാർക്കറ്റിൽ സെയിൽ ആയില്ല, അല്ലെ? സക്സസ്ഫുൾ ആയില്ല. അതുകൊണ്ട് തന്നെ റീഡിസൈൻ ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു? കൊക്കക്കോള ഇറക്കി. പിന്നീട് അതെന്തായി? മാർക്കറ്റിൽ സക്സസ് ആവാനായിട്ട് തുടങ്ങി, അല്ലെ? അതാണ് റീഡിസൈനിങ് ഓൾഡ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ റീഡിസൈൻ ചെയ്ത് ഓൾഡ് വണ്ണിനെ, പഴയ പ്രൊഡക്റ്റിനെ റീഡിസൈൻ ചെയ്ത് ഇറക്കുമ്പോഴും കുറച്ച് സ്റ്റെപ്പ് പഠിക്കാനുണ്ട്. ഒരു 6 തരത്തിലുള്ള സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. രണ്ടാമത്തത് സ്ക്രീനിങ് ചെയ്യുക, സൂക്ഷ്മ പരിശോധന നടത്താം. പിന്നെന്താണ്? മൂന്നാമത്തത് ബിസിനസ് അനാലിസിസ്. 4ാമത്തെ സ്റ്റെപ്പ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ആൻഡ് 5th ടെസ്റ്റ് മാർക്കറ്റിംഗ്. ലാസ്റ്റ് വൺ ഇസ് കമേഴ്സ്യലൈസേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേഷൻ എന്താ? ജനറേഷൻ ജനറേഷൻ തലമുറ. ഓക്കെ, എന്താണ്? വികസനം, അല്ലെ? വികസനം എന്ന് പറയാം കേട്ടോ. ഇവിടെ മീൻ ചെയ്യുന്നത് വികസിപ്പിച്ചെടുക്കുക. ഇനി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? കൺസെപ്റ്റ്, ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. ആശയം. വെരി ഗുഡ്. എന്താണ്? ഐഡിയ അല്ലെങ്കിൽ ആശയം, അല്ലെ? ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു എന്താണ്? ഐഡിയ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. നോക്കാട്ടോ. ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ മനസ്സിലായിരിക്കും ആ ഐഡിയ വരുന്നത്, ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളത്. ചിലപ്പോൾ എന്താണ്? ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഐഡിയ കിട്ടാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. എന്തെന്ന്? ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ ചിലപ്പോ ഒരാളുടെ മനസ്സിലായിരിക്കാം ആ ഐഡിയ ഉദിച്ചു വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം? ഗ്രൂപ്പിൽ നിന്ന് തന്നെ പല പല ഒപ്പീനിയൻ വഴി നമുക്ക് കിട്ടാം, അല്ലെ? അപ്പൊ അതാണ് കേട്ടോ അവിടെ പറയുന്നത്. ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വലിനെ നടത്തുന്നതായിരിക്കാം നമുക്ക് ഇങ്ങനെ ഐഡിയാസ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ലഭിക്കുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. നമ്മൾ ചിലപ്പോ ഗ്രൂപ്പായിട്ടിരുന്ന് ആലോചിക്കുമ്പോൾ ഒരാളുടെ മനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള പല പല ഒപ്പീനിയൻസിൽ നിന്നായിരിക്കാം നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ ലഭിക്കുന്നത്. ഇനി നോക്കിയേ, സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയേ, സ്ക്രീനിങ്, അല്ലെ? സ്ക്രീനിങ് എന്താ?
സൂക്ഷ്മ പരിശോധന അല്ലെ. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂക്ഷ്മ പരിശോധന. ഫസ്റ്റ് നോക്ക്, ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് good sales are taken into consideration if is scheduled. എന്താ പറയുന്നത്? ഐഡിയാസ് അല്ലെ, ഐഡിയാസ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ്. ഇപ്പൊ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടായിരിക്കാം ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാറില്ലേ? അപ്പൊ അതുപോലെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിലും ഇനി എനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് നടത്തുന്നത് വേണ്ടിയിട്ടായാലും എന്താണ്, അവർക്ക് കമ്പനിക്കായാലും എനിക്കായാലും എന്ത് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പൊ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതെങ്കിൽ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അതെന്താണ്, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതെങ്കിൽ കമ്പനിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ലക്ഷ്യങ്ങള് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാനായിട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് ദ കമ്പനീസ് ഒബ്ജക്റ്റീവ്. കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടായാലും ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ എനിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനീസിനാണെങ്കിലും കമ്പനീസിനും ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം ആ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് നടത്തേണ്ടത്. പിന്നെന്താ പറയുന്നത്? ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽ ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ. അങ്ങനെ നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചും പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റില് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവോ എന്നും കൂടി നോക്കണം. എന്താണ്, കൂടുതൽ സെയിൽസ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ മാർക്കറ്റില് ആ പ്രൊഡക്റ്റ് സക്സസ് ആവോ എന്നും കൂടി ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്താണ്, മനസ്സിലായോ? അത് ഓക്കെ ആണ്. ഇനി നോക്കിയേ, ഇഫ് നോട്ട് റിമൂവ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ എന്താണ് കമ്പനിക്ക് വേണ്ടിയിട്ടാവാം അല്ലെ. കമ്പനിയുടെ ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങളിലൂടെ എല്ലാം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താണ്, കമ്പനിയുടെ ലക്ഷ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് നമുക്ക് മീറ്റപ്പ് ചെയ്യാം, നല്ല രീതിയിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി അത് റീച്ചൊക്കെ ചെയ്യണം. നമ്മള് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി എന്താണ് റീച്ചൊക്കെ ചെയ്തിട്ട് വേണം, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഒന്നും കൂടി അത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? എന്താണ്, ഇപ്പൊ നമ്മള് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചല്ല ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് നടത്തിയതെങ്കിൽ കമ്പനി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലെ. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ടല്ല നമ്മൾ ആ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അത് താല്പര്യം ഉണ്ടാവുക, ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ റീചെക്ക് ചെയ്യാം, കമ്പനിയുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചാണോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി റീചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങാനായിട്ട്. അതാണ് ഇഫ് നോട്ട് റിമൂവ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടല്ല ഞാൻ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് നടത്തിയതെങ്കിൽ അതൊന്നും കൂടി കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ആ ലക്ഷ്യത്തിന് അനുസരിച്ചിട്ട് വേണം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കമ്പനിയുടെ ഒബ്ജക്റ്റീവിന് അനുസരിച്ചിട്ടല്ല നമ്മള് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പ്രൊഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ എന്താണ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടായിരിക്കണം. അതൊന്നും കൂടി റീച്ചൊക്കെ ചെയ്തിട്ട് വേണം, എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ അനുസരിച്ചിട്ട് വേണം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി എന്താണ്, അതനുസരിച്ച് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അനുസരിച്ച് നമ്മൾ ഒരു കാര്യം എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അല്ലെ, ഡെവലപ്മെന്റ് ചെയ്തു. അതിനെന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ഡിസിഷൻ ഈസ് ഇമ്പോർട്ടന്റ്. ഡിസിഷൻ എടുക്കണം. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പില് കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, അതിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഡെവലപ്മെന്റ് നടത്തി. അതിനുശേഷം എന്താണ്, തീരുമാനങ്ങൾ എടുക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് എന്ത്? ഡിസിഷൻ ഈസ്
ഇമ്പോർട്ടൻറ്റ്. ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡിസിഷൻ എടുക്കുക. രണ്ട് സ്റ്റെപ്പും ക്ലിയർ ആയോ? സ്ക്രീനിങ്ങിന്റെ ഓക്കെ. ഇനി എന്താണ്, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ആ ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നോക്കിയേ. യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് അടങ്ങിയിരിക്കുക. കൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുക. ഓഫ് ഫാക്ടേഴ്സ്. ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് അല്ലെ. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ എന്താണ്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സണൽസ്. റോ മെറ്റീരിയൽസ് അറിയാലോ, അസംസ്കൃത വസ്തുക്കൾ അല്ലെ. റോ മെറ്റീരിയൽസ് എന്തൊക്കെ ഉണ്ടാവാം? എന്താണ്, ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യാം? വെള്ളം, അതുപോലെ വെളിച്ചെണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങള്, അസംസ്കൃത വസ്തുക്കള്, ഇവയെല്ലാം കൂടി ചേർത്താണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് സോപ്പായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അസംസ്കൃത വസ്തുക്കള് അവൈലബിൾ ആണോ, അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ എന്താണ്? പേഴ്സണൽസ് അല്ലെ. അതിനെന്താണ്? ലേബേഴ്സ് വേണ്ടേ, ആളുകള്, ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ വേണ്ടേ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതാണ് അവിടെ പേഴ്സണൽസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ അവൈലബിലിറ്റി അവര് വേണം. അതുപോലെ തന്നെ എന്താണ്? കമ്പനീസ് കപ്പാസിറ്റി, ക്യാപ്പബിലിറ്റി. ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കമ്പനിക്ക് അത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്. കമ്പനിക്ക് എന്താണ്? ക്യാപിറ്റൽ വേണം അല്ലെ, മൂലധനം വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഏതൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി അല്ലെ. ക്വാളിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ എന്താണ്? പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസംസ്കൃത വസ്തുക്കള്, അതുപോലെ അത് ജോലി ചെയ്യാനുള്ള സ്റ്റാഫുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ എന്താണ്? കമ്പനീസ് കാപ്പബിലിറ്റീസ്. കാപ്പബിലിറ്റീസ് എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി, കഴിവുണ്ടോ, കമ്പനിക്ക് എന്താണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടോ, മൂലധനമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റിൽ വരുന്നത്. ചെക്ക് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഈ 3 കാര്യങ്ങൾ. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് ഇറങ്ങിത്തിരിക്കാനായിട്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ്? ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം ഈ ലാസ്റ്റ് വണ്ണാണ് ഫെസിലിറ്റീസ് റിക്വയർഡ്. എന്താണ് ഫെസിലിറ്റീസ്? എന്താ ഫെസിലിറ്റീസ്? സൗകര്യങ്ങൾ അല്ലെ. സൗകര്യങ്ങൾ, ഇതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പ്രൊഡക്റ്റ്, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെ. നമ്മൾ പഠിച്ചു അല്ലെ. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷനെ കൊണ്ടുപോകണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. അതുപോലെ തന്നെ എന്താണ്? ഓർഡറിങ്, റോ മെറ്റീരിയൽസ്, അതുപോലെ എന്താണ്? ഓർഡർ, വെയർ ഹൗസ്, ഇൻവെന്ററി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇൻവെന്ററി കൺട്രോൾ, വിവര പട്ടികകള്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ആവശ്യമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്ക്രീനിങ്ങിൽ വരുന്നത്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ പരിശോധനയാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, എനിക്കോ അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്താണ്? കമ്പനീസിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടായിരിക്കണം ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇനി എന്താ പറയുന്നത്? ഒബ്ജക്റ്റീവ് അനുസരിച്ച് നമ്മൾ ആ ഡിസിഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻ അല്ല, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഡിസിഷൻ എടുത്തു. അതിനുശേഷം ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ്? ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ. നല്ല രീതിയിൽ ക്വാളിറ്റിയോടെ വേണം ഓരോ പ്രൊഡക്റ്റും വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയോടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പൊ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെയുള്ള അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെ, അസംസ്കൃത വസ്തുക്കള്, അതുപോലെയുള്ള സ്റ്റാഫുകൾ, ലേബേഴ്സ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ എന്താണ്? കമ്പനിക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ, ക്യാപ്പബിൾ ആണോ,
കമ്പനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഇനി ഫൈനലായിട്ട് വരുന്നത് എന്താണ്? ഫെസിലിറ്റീസ് റിക്വയർഡ്. ഈ സാധനം പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മാത്രം മതിയോ? അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണ്ടേ? കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ? സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ, മിസ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെയാണ്. ഇത്രയും വരെ നാളെ വരുമ്പോ പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.